ഇന്ന് ഇറച്ചി കേക്ക് അല്ലേ? ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വന്നിട്ട്. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോണുള്ളൂ കേട്ടോ. ഇതിങ്ങനെ റെഡി ആയിട്ട് കിട്ടും. ഇനി അവലിൽ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇത് പറയുന്നത് ഇറച്ചി കേക്ക് തന്നെയാണ്. നമ്മുടെ ബ്രിട്ടീഷുകാരുടെ നമ്മുടെ അരി എന്ന് പറയുന്ന പോലെ അവരുടെ ഒരു ഫുഡാണ് ഇത് വരുന്നത് കേട്ടോ. ഇതെന്ന് പറയുന്നത് സ്റ്റേക്ക് ആൻഡ് ഗ്രേവി പഫ് പേസ്ട്രി പൈ ആണ്. പൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഫ് പേസ്ട്രി ഒരു ബേസ് ഉണ്ടാവും. നമ്മുടെ ടാർട്ടൊക്കെ ഇല്ലേ അതുപോലെ അതിൻ്റെ ഉള്ളിൽ ഇറച്ചിയുടെയോ അല്ലെങ്കിൽ വെജീസ് അങ്ങനെയൊക്കെ വെച്ചിട്ട് അത് മേളിൽ ഇതുപോലത്തെ ഷീറ്റ് നമ്മുടെ പേസ്ട്രി ഷീറ്റ് വെച്ചിട്ട് ഇങ്ങനെ വെക്കും. ഇതാണ് ശരിക്കും വരിക. ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ ബീഫാണ്, ബീഫ് സ്റ്റേക്ക് ഗ്രേവി ആയിട്ടുള്ളത്. അതിൻ്റെ പലത് വരുന്നുണ്ട് കേട്ടോ. ഇത് മെഡിവിയൽ ടൈമിലൊക്കെ ഉണ്ടായിരുന്നതാണെന്നാണ് പറയുന്നത്. ഇത് കണ്ടിട്ടാണ് ഇപ്പോഴത്തെ നമ്മുടെ ആപ്പിൾ പൈ അതുപോലെ തന്നെ ബെറി പൈ ഒക്കെ വന്നത്. അതായത് സ്വീറ്റ് വേർഷൻ. ഷുഗറൊക്കെ പിന്നെ കണ്ടുപിടിച്ചപ്പോഴാണ് അത് വന്നതെന്നാണ് പറയുന്നത്. അതിന് മുമ്പ് ഉണ്ടായിരുന്നതാണ് ഈ ഐറ്റം വന്നിട്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ പല മീറ്റുകൾ വെക്കും കേട്ടോ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ബീഫാണ്. ബീഫ്, പോർക്ക്, ചിക്കൻ അങ്ങനെയൊക്കെ വെച്ചിട്ടെടുക്കും. അതുപോലെ വെജീസും വെക്കാറുണ്ട്. ഷെപ്പേർഡ് പൈ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് ഇതിൻ്റെ മുകളിൽ ഈ ഒരു പേസ്ട്രി ഷീറ്റ് വെക്കുന്നതിന് പകരം മാഷ്ഡ് പൊട്ടറ്റോ ഉണ്ടല്ലോ അത് വെക്കാറാണ് പതിവ്. അപ്പോൾ നമ്മുടെ ഷെപ്പേർഡ് പൈ ആയി. ഇതിപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഒരു ടാർട്ടൊക്കെ പോലെ ഇരിക്കും കേട്ടോ. ഇതിൻ്റെ അകത്ത് കസ്റ്റാർഡ് ഫില്ല് ചെയ്ത് കസ്റ്റാർഡ് ടാർട്ടൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടാവുമായിരിക്കും. അപ്പം ഇനി ഇത് അവലിൽ വെക്കട്ടെ. എങ്ങനെ ഉണ്ടാക്കണ്ടേന്നൊക്കെ ഇതിൻ്റെ അകത്ത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതേ നമ്മുടെ ഇറച്ചി കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ ഇതുപോലെ ബേക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പാർച്ച്മെന്റ് പേപ്പർ യൂസ് ചെയ്യുക. അപ്പോൾ കഴുക എളുപ്പമായിരിക്കും. ഇതെടുത്ത് കളഞ്ഞാലും മതിയില്ല. അപ്പോൾ അല്ലെങ്കിൽ നല്ല കറുത്ത കരി പോലെ പിടിക്കും. ഇനി കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്, ഫ്ലോപ്പ് ആണോ സക്സസ് ആണോ. ദേ ഇതുപോലെ നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ ചില ബിരിയാണികൾ നമ്മൾ ഹോട്ടലിൽ പോകുമ്പോൾ ഇതുപോലെ ദം ചെയ്തിട്ട് കാണാറുണ്ട്. അവിടെ മൈദയുടെ തൊട്ടിച്ച് അതുപോലെയൊക്കെ തന്നെയായിട്ട് ഇരിക്കുന്നത്. പൊറോട്ടയും ബീഫും പോലെ ഇരിക്കണം. മുറിച്ച് നോക്കാൻ എന്തായാലും അവസ്ഥ എന്താണ്. നമ്മൾ ഇങ്ങനെ വെച്ച് മുറിക്കണോ? എനിക്ക് തോന്നുന്നു മറ്റേത് വെച്ച് മുറിച്ചിട്ട് ഒരു പീസായിട്ട് എടുത്ത് കഴിച്ചു നോക്കും. അങ്ങനെയൊന്നും കിട്ടും തോന്നുന്നില്ല. കാരണം അത്ര ഭംഗിയിൽ വരണമൊന്നുമില്ല. ഗ്രേവി നമ്മുടെ ബീഫ് സ്റ്റേക്ക് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പൊറോട്ടയും ബീഫും കഴിക്കണ പോലെ അതുപോലെ ഉണ്ട്. എനിക്ക് ഇതിന് മുമ്പ് കഴിച്ചതിനേക്കാളും ബെറ്ററാണ്. പിന്നെ ഇവരുടെ ഒരു ഇങ്ങനെ ബീഫ് കറി എന്ന് പറയുമ്പോൾ അത്ര അങ്ങനെ മസാല ഉണ്ടാവില്ല. എനിക്ക് നമ്മുടെ മസാല കിട്ടി കഴിഞ്ഞാൽ കുറച്ചുകൂടി സക്സസ് ആവും തോന്നുന്നു. പൊതി പൊറോട്ട അല്ല കിഴി പൊറോട്ട. ബീഫ് എങ്ങനെയുണ്ടെന്ന് ബ്രിട്ടീഷ് ബീഫ് കുഴപ്പമില്ല, ഭയങ്കര അടിപൊളിയാണ് സാർ അല്ല. പക്ഷെ ഇതിന് മുമ്പ് കഴിച്ചതിന് വെച്ച് നോക്കുമ്പോൾ ബെറ്ററാണ്. ബീഫൊന്നും കാണാനില്ല. എനിക്കൊന്ന് അരച്ചിട്ടേക്കാ ബീഫൊക്കെ. പീസൊന്നും കാണുന്നില്ല. നമ്മൾ ആ കവർ മാറ്റി കേട്ടോ. അപ്പോൾ തപ്പിയപ്പോൾ ദേ ബീഫൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വെച്ചു നോർമൽ കേസിൽ പീസ് കിട്ടാറുണ്ട്, നല്ല ഇങ്ങനെ ചെറിയ ക്യൂബായിട്ട് കിട്ടാറുണ്ട്. നമ്മൾ കുക്കറിലൊക്കെ ഉണ്ടാക്കി അടിച്ചെടുക്കില്ലേ അതുപോലത്തെ അധികം സ്പൈസ് ഒന്നും ഇല്ലാത്തൊരു ബീഫ് കറി പോലെ ഉണ്ട് ശരിക്കും കേട്ടോ. കൊള്ളാം. മുമ്പ് വെച്ച് നോക്കുമ്പോൾ ബെറ്ററാണ്. അപ്പോൾ അതേ നമ്മുടെ പൈ ബീഫ് സ്റ്റേക്ക് പൈ കേട്ടോ. പൈ 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 പൈ